നമസ്കാരം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ.സി. വേണുഗോപാൽ നടത്തിയ പ്രസംഗം ബി.ജെ.പി. ക്യാമ്പിന് വിറകൊള്ളിച്ചു. ബി.ജെ.പി. പ്രധാനമന്ത്രിയെ ദൈവത്തെക്കാൾ വലുതായി ഉയർത്തിക്കാട്ടുന്നുവെന്നും ജനങ്ങളെ ധ്രുവീകരിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ഹിന്ദു മതത്തെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഗോഡ്സെയുടേതല്ല, ഗാന്ധിയുടെ ഹിന്ദുമതത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധാർമ്മിക വിജയം ഇന്ത്യ മുന്നണിക്കാണെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. ബി.ജെ.പി. അഴിമതി വൃത്തിയാക്കാനുള്ള വാഷിംഗ് മെഷീൻ മാത്രമാണെന്ന് പരിഹസിച്ച വേണുഗോപാൽ മോദിക്കും കൂട്ടർക്കും സർക്കാരിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ബി.ജെ.പി. 150 സീറ്റിൽ ഒതുങ്ങിയേനെയെന്നും വേണുഗോപാൽ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മോദി സർക്കാരിന്റെ നടപടികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച വേണുഗോപാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബി.ജെ.പി. മതത്തെ ആയുധമാക്കുന്നുവെന്നും ആരോപിച്ചു. മോദി എത്രയൊക്കെ മതപരമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചാലും ജനം അതെല്ലാം തള്ളിക്കളയുമെന്നതിന് തെളിവാണ് മോദി വിദ്വേഷ പ്രസംഗം നടത്തിയ ബൻസ്വാരയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി 2,47,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നീക്കിയ സ്പീക്കറുടെ നടപടിയും അദ്ദേഹം ചോദ്യം ചെയ്തു. ബി.ജെ.പി. എം.പി. അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തിലെ ദൂഷ്യവശങ്ങൾ സ്പീക്കർ കാണാതെ പോയത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരവസ്ഥയും അദ്ദേഹം ലോക്സഭയിൽ ഉന്നയിച്ചു. ആദിവാസി സമൂഹങ്ങളുടേതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ദുരിതമനുഭവിക്കുന്നു. തീരദേശ നിയമങ്ങൾ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനും മത്സ്യബന്ധനത്തിനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നിർമ്മിക്കാൻ അനുവദിക്കുന്ന വിധത്തിൽ CRZ നിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന റാലികളിൽ നരേന്ദ്രമോദി ഭരണഘടനാ ലംഘനമാണ് നടത്തിയതെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. ഗുജറാത്തിലെ ലോക്സഭാ പ്രചാരണ വേളയിൽ മംഗൾസൂത്രത്തെയും അനന്തരാവകാശത്തെയും കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനങ്ങൾ നൽകിയെങ്കിലും അവർ നിശബ്ദരായി നോക്കി നിൽക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മോദി ദൈവത്തെക്കാൾ വലുതാണെന്ന് ബി.ജെ.പി. കരുതുന്നു. പ്രധാനമന്ത്രി ദൈവത്തെക്കാൾ വലുതാണെന്ന് സ്ഥാപിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പ്രസ്താവന. അതാണ് ഏറ്റവും വലിയ വിശ്വാസി വിരുദ്ധ പ്രസ്താവന. ഹിന്ദുമതം അനുസരിച്ച് ആരും ദൈവത്തെക്കാൾ വലുതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. അംഗങ്ങൾ നിരന്തരം തടസ്സപ്പെടുത്തിയിട്ടും കെ.സിയുടെ പ്രസംഗം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ശക്തമായ പ്രസംഗങ്ങളിൽ ഒന്നായി മാറി. അതുകൊണ്ട് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നൽകുന്ന സൂചന ഇതാണ്: ഭരണപക്ഷത്തിന് അത്ര സുഖകരമാവില്ല അടുത്ത സമ്മേളനങ്ങൾ എന്നതുതന്നെ.